നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും തീരെ ചെറിയ കാര്യങ്ങൾ പോലും കൃത്യമായി അറിയുന്നവളാണ് നമ്മുടെ പരിശുദ്ധ അമ്മ. പെറ്റമ്മയേക്കാൾ നമ്മളെ സ്നേഹിക്കുന്ന പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിക്കുക. തീർച്ചയായും നിങ്ങളുടെ നിയോഗത്തിൽ പരിശുദ്ധ അമ്മ അത്ഭുതം പ്രവർത്തിക്കും. ഈ പ്രാർത്ഥനയുടെ അവസാനം വരെ നിങ്ങൾ പങ്കുചേരുക. വിശ്വാസമില്ലാതെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മുഷിപ്പ് തോന്നും. അപ്പോൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കുകയില്ല. പ്രാർത്ഥനയുടെ കുറവ് മൂലം നമ്മുടെ ജീവിത നിയോഗങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ഏറ്റവും സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടി ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കുചേരുക. എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും മേരീസ് ലൈറ്റ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ എഴുതിയിടുന്ന നിയോഗങ്ങൾക്കു വേണ്ടി ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ നിയോഗങ്ങളും ആമേനും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അത്ഭുതങ്ങളുടെ മാതാവേ, പരിശുദ്ധ കന്യകാ മറിയമേ, ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ തന്നെ അമ്മയുടെ അത്ഭുതത്തിന്റെ വാതിൽ ഞങ്ങൾക്കായി തുറന്നു തരണമേ. ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ ചോദിച്ചത് അമ്മ തരുമെന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥം തേടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ ശക്തിയുള്ള സംരക്ഷണത്തിലും മാധ്യസ്ഥതയിലും വിശ്വസിച്ചുകൊണ്ട് എന്നെയും എൻ്റെ ഭവനത്തിലുള്ളവരെയും അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സങ്കടങ്ങളിലേക്ക് അമ്മ ഇറങ്ങി വരണമേ. വിലപിക്കുന്നവരുടെ സാന്ത്വനമായ അവിടുന്ന് ഞാനും എൻ്റെ കുടുംബവും അനുഭവിക്കുന്ന സങ്കടങ്ങൾക്ക് ഒരു പരിഹാരം കാണിച്ചു തരുമെന്നും അമ്മയുടെ മക്കൾ നിരാശരായിരിക്കാൻ അമ്മ അനുവദിക്കില്ലെന്നും അമ്മയിൽ ഞങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. സ്നേഹമുള്ള അമ്മേ, കരുണയുടെ മാതാവേ, ദുരിതമനുഭവിക്കുന്നവരുടെ സാന്ത്വനമായ അങ്ങ് അമ്മയുടെ പ്രിയപ്പെട്ട പുത്രനായ യേശുക്രിസ്തുവിനോടുള്ള മാധ്യസ്ഥം തേടി ഞങ്ങളുടെ സങ്കടങ്ങളും ബലഹീനതകളും പരാജയങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ഒരു പുതിയ സന്തോഷപ്രദമായ ജീവിതത്തിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും നയിക്കണമെന്ന് അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ മാതൃഹൃദയത്തിൽ അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുരക്തം, പരിശുദ്ധ അമ്മേ, അമ്മയുടെ ഉദരഫലമായ ഈശോയുടെ തിരുരക്തം ഞങ്ങളുടെ പാപക്കറകളും കടങ്ങളും കഴുകിക്കളയുവാനും കൂടുതൽ വിശുദ്ധിയിലും പുണ്യത്തിലും വളരുവാനും ദൈവത്തോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അമ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സ്നേഹനിധിയായ ഈശോയെ, ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി കാൽവരിയിലെ കുരിശിൽ അങ്ങ് ചിന്തിയ തിരുരക്തത്തെക്കുറിച്ച് ഞങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമാതാവേ, എന്തിനേയും ഏതിനേയും ക്ഷമയോടും ശാന്തതയോടും കൂടെ കൈകാര്യം ചെയ്യുവാൻ അമ്മയുടെ മാധ്യസ്ഥതയ്ക്കായി ഞങ്ങൾ യാചിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഇറങ്ങി വരേണമേ. അവിടുത്തെ ഇഷ്ടദാസിയായ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മാധ്യസ്ഥത്താൽ ഞങ്ങൾ സമർപ്പിക്കുന്ന നിയോഗങ്ങളിലേക്കും ഞങ്ങളിലേക്കും എഴുന്നള്ളി വരേണമേ. അവിടുന്ന് ഞങ്ങളിൽ വസിക്കണമേ. സൗഖ്യവും വിടുതലും ഞങ്ങൾക്ക് നൽകണമേ. ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ യേശുവേ, പാപിയായ എന്നിൽ കരുണയായിരിക്കണമേ. യേശുവിൻ്റെ വിലയേറിയ തിരുരക്തമേ,
ഞങ്ങളോട് അലിവായിരിക്കണമേ. എൻ്റെ ഈശോയുടെ മാതാവേ, എൻ്റെ നല്ല അമ്മേ, എനിക്കു വേണ്ടി, എൻ്റെ ഭവനത്തിലുള്ളവർക്കു വേണ്ടി, എൻ്റെ പ്രിയപ്പെട്ടവർക്കു വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. ക്ഷമിക്കുന്ന സ്നേഹാഗ്നിയാൽ എൻ്റെ കുടുംബം നസ്രത്തിലെ കുടുംബം പോലെ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും പാത്രമാകട്ടെ. ദൈവമാതാവേ, ഈ ഭവനത്തിന്റെ നാഥയായും അധികാരിയായും ഞങ്ങൾ അമ്മയെ തെരഞ്ഞെടുക്കുന്നു. എത്രയും പ്രിയപ്പെട്ട അമ്മേ, പകർച്ചവ്യാധികളിൽ നിന്നും അഗ്നിബാധയിൽ നിന്നും എല്ലാ പൈശാചിക ആക്രമണങ്ങളിൽ നിന്നും ഞങ്ങളുടെ ഭവനത്തെയും നാടിനെയും ഞങ്ങളുടെ ചുറ്റുമുള്ള എല്ലാവരെയും, എല്ലാ പ്രിയപ്പെട്ടവരെയും ബന്ധുമിത്രാദികളെയും കാത്തു രക്ഷിക്കണമേ. ഏറ്റവും വത്സലയായ മാതാവേ, ഞങ്ങൾ പുറത്തു പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ. പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ പാപത്തിൽ നിന്നും, പാപസാഹചര്യങ്ങളിൽ നിന്നും, ആപത്തിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമേ. ദൈവത്തെ വിശ്വസ്തയോടെ സേവിക്കുവാനും പരത്തിൽ അങ്ങയോടുകൂടെ എന്നേക്കും ദൈവ തിരുമുഖത്തിന്റെ അനുഗ്രഹീത ദർശനം ആസ്വദിക്കുവാനുമായി അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും യാചനകളും തിരുസന്നിധിയിൽ തിരുക്കുമാരന്റെ തിരുഹൃദയത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ആശ്വാസവും ആനന്ദവും പ്രദാനം ചെയ്യണമേ. അവിടുത്തെ സന്നിധിയിൽ ഓടിയണഞ്ഞിരിക്കുന്ന ഞങ്ങളെ സംതൃപ്തരാക്കണമേ. ദൈവമാതാവേ, എപ്പോഴും ഞങ്ങൾ അമ്മയിലാണ് ആശ്രയം വയ്ക്കുന്നത്. അമ്മയിലാണ് ഞങ്ങൾ അഭയം തേടുന്നത്. ഞങ്ങളെയും ഞങ്ങളുടെ ഭവനത്തിലുള്ള എല്ലാവരെയും എല്ലാത്തിനെയും വിശുദ്ധീകരിച്ച് ഈശോയുടെ സ്വന്തമാക്കി മാറ്റണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്നും പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പിടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു. പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു. സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ.